മൂന്നാറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ ഒരു സ്ഥലം തപ്പി നടക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മൂന്നാർ KSRTCയിലാണ് ഈ ഒരു ബഡ്ജറ്റ് സ്റ്റേ ഒരുക്കിയിട്ടുള്ളത്. 220 രൂപയാണ് സ്റ്റേയ്ക്കുള്ള ഫീസ്. 160 രൂപ ടിക്കറ്റും 60 രൂപ ബ്ലാങ്കറ്റിനുമാണ്. അങ്ങനെ ടോട്ടൽ 220 രൂപ. വൈകിട്ട് 5 മണിക്ക് ശേഷം മൂന്നാർ KSRTC സ്റ്റാൻഡിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊടുത്ത് പേയ്മെന്റ് ചെയ്താൽ റൂം ലഭിക്കുന്നതാണ്. മൂന്നാറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. ഈ ഒരു ബസ്സിലായിരുന്നു എന്റെ സ്റ്റേ. ഒരാൾക്കുള്ള ഡോർമെട്രി ഫെസിലിറ്റി ഉള്ള റൂമിനാണ് 220 രൂപ. ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഫാമിലി റൂം ഉള്ള ബസ്സുകളും ഇവിടെയുണ്ട്. ഡോർമെട്രി അപേക്ഷിച്ച് സൗകര്യങ്ങൾ ഈ ഫാമിലി റൂമിൽ കൂടുതലായിരിക്കും. ഒരു ഡബിൾ ബെഡും സിംഗിൾ ബെഡും കബോർഡുമുള്ള റൂമാണ് ഫാമിലിക്ക്. 1000 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ബർത്ത് ബുക്ക് ചെയ്യാം. പേയ്മെന്റ് ഒക്കെ ഇവിടെ വന്നിട്ട് നേരിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. GPay ഒന്നും സ്വീകരിക്കുന്നതല്ല. ഇതാണ് എന്റെ ബർത്ത്. കൂടെ നമുക്കൊരു പില്ലോ, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് ഒക്കെ തരും. AC ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ആവശ്യം വരില്ല. അതുപോലെ തണുപ്പാണ് വെളിയില്. ഇതുപോലെ താമസം മാത്രമല്ല, നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാവുന്ന യാത്രകളും ഇവിടെയുണ്ട്. 300 രൂപയ്ക്ക് 9 സ്ഥലങ്ങൾ കാണാവുന്ന KSRTC സൈറ്റ് സീയിങ് ബസ്സുകളും ഇവിടെയുണ്ട്. 3 സ്ഥലത്തേക്കാണ് ഈ ട്രിപ്പ് ഉള്ളത്. ചതുരംഗപ്പാറയും ടോപ്പ് സ്റ്റേഷനും കാന്തല്ലൂരും ഇങ്ങനെ 3 സൈറ്റ് സീയിങ് റൂട്ടാണ് ഇവിടെയുള്ളത്. ഞാൻ പോയത് ചതുരംഗപ്പാറ സൈറ്റ് സീയിങ് റൂട്ടാണ്. ആ വീഡിയോ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 3 തരത്തിലാണ് ബസ്സിനകത്ത് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ KSRTC ഒരുക്കിയിട്ടുള്ളത്. 16 പേർക്ക് അറ്റ് എ ടൈം സ്റ്റേ ചെയ്യാവുന്ന ഡോർമെട്രിയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഒരു ബസ്സിനെ തന്നെ 2 ക്യാബിനാക്കി 8 ഡോർമെട്രി ബെഡ് വീതം വരുന്ന സ്റ്റേ ആണ്. ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് ഇതാവും ബെറ്റർ. മൂന്നാമത് വരുന്നത് ഫാമിലി റൂംസ് ആണ്. ഇതിന് 1000 രൂപയാണ്. ഇത് ഒരു ബസ്സില് 2 റൂമായിട്ടാണ് ഉണ്ടാകുക. ചെക്ക് ഇൻ ടൈം വരുന്നത് വൈകിട്ട് 5 മണിക്കാണ്. ചെക്ക് ഔട്ട് പിറ്റേ ദിവസം രാവിലെ 9:30-ക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇതിന്റെ അകത്ത് മിനറൽ വാട്ടർ ഒഴിച്ച് മറ്റൊരു ഭക്ഷണങ്ങളും ഇരുന്ന് കഴിക്കാൻ അനുവദിക്കില്ല. തൊട്ടടുത്ത് ഒരുപാട് ഹോട്ടലുകളും തട്ടുകടകളും ഒക്കെ ഉണ്ട്. അവിടെ പോയി കഴിക്കുക, ഇവിടെ വന്ന് കിടക്കുക. ദാറ്റ്സ് ഓൾ. സ്റ്റേ എടുത്തവരാണെങ്കിൽ ബാത്റൂമിൽ പോകുന്നതിന് എക്സ്ട്രാ ഫീസ് ഒന്നും വാങ്ങിക്കില്ല. അതല്ലാത്ത ആളുകൾ ടോയ്ലറ്റ് മാത്രം ഉപയോഗിക്കാനുള്ളവരാണെങ്കിൽ 5 രൂപ കൊടുക്കണം. ടോയ്ലറ്റൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ചാർജിംഗ് പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വർക്കിങ്ങും ആണ്.